ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ചേർന്ന പി എസ് സി യോഗത്തിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെ കുറേയധികം തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15-ാം തീയതി എക്സ്പെക്റ്റ് ചെയ്യാം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ VFAയും നമ്മൾ കാത്തിരുന്ന പരീക്ഷകളിൽ ഒന്നാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അല്ലേ. കഴിഞ്ഞ LDC, ലാബ് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഈ പറയുന്ന പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ എന്താണ് ഈവൻ അത് അത്ര നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കട്ട് ഓഫ് മറികടക്കാനൊന്നും ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറിൻ്റെ ഒരു അഭാവം കൊണ്ടും കൈവിട്ട് പോയവരുണ്ടാകാം അല്ലേ. അപ്പോൾ പോയതെല്ലാം പോയത് തന്നെയാണ്. കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി അതിൽ എന്താണ് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ ടൈം വേസ്റ്റിംഗ് മാത്രമാണ്. പിന്നെ നമ്മുടെ ആരോഗ്യം കൂടെ പോകുന്നു മാത്രം, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട്. അപ്പോൾ ഈ വരുന്ന 2026 ഈ എഴുതാൻ പോകുന്ന പരീക്ഷകൾ നല്ല രീതിയിൽ എങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ LGSൻ്റെയൊക്കെ വന്നു അല്ലേ. അപ്പോൾ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിലും വരുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 120 ഡേയ്സ് ടാർഗറ്റ് ചെയ്യാമെന്ന് വെക്കുക നിങ്ങൾ. ഓക്കെ, നമ്മളൊരു 120 ഡേയ്സിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. എക്സാം അത് കഴിഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാരണത്താൽ വൈകുക അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാമല്ലോ നേരത്തെ. അതായത് എല്ലാം പഠിച്ച് സെറ്റാണ്, ഇനി ജസ്റ്റ് കൂടെ ഒന്ന് റെഫർ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠനത്തിൽ ഉറപ്പ് വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ് കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണ് ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കൊണ്ടല്ല നമുക്കിതൊന്നും എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. ചില പാകപ്പിഴകളായിരിക്കാം. ഐ തിങ്ക് ഈ 120 ഡേയ്സിൽ എങ്ങനെ ബെറ്ററായി പഠിക്കാം എന്നുള്ളത് ചിന്തിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എത്ര നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഐ തിങ്ക് റിവിഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്. സോ എങ്ങനെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ ഇപ്പോൾ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും അല്ലേ. ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അത് പഠിച്ച് നമ്മൾ ചിലപ്പോൾ അറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള പഴയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറന്നു പോകാം അല്ലേ. അത് മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. കാരണം കുറേ അധികമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിൻ്റെ എഫേർട്ട് എത്രയുണ്ടെന്ന് പഠിക്കുന്നവർക്കേ അറിയുള്ളൂ. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. PSC പഠിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ചിരിച്ചു തള്ളുന്നവരുണ്ടാകാം. പക്ഷേ അതിന് എത്ര എഫേർട്ട് ഉണ്ട്, എത്ര കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്, എത്രത്തോളം അതിനുവേണ്ടി മെനക്കെടുന്നുണ്ട്, എത്രത്തോളം ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പലതും സാക്രിഫൈസ് ചെയ്ത് ഇരിക്കുന്നുണ്ടെന്നൊന്നും കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല. അത് ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ നമ്മളുടേതായ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും വേണ്ടൊരു കാര്യം റിവിഷനാണ്. ഈ റിവിഷൻ എന്ന് പറയുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്താണ് ഏത് ചോദ്യം കണ്ടാലും നമ്മുടെ ബ്രെയിനിന് അതാണ് ഉത്തരം എന്നുള്ള രീതിയിലേക്ക് ആൻസർ ഇട്ട് തരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് ആ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. നമ്മളുടെ ഈ ഒരു 120 ദിവസത്തെ ഒരു ചലഞ്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്കത് മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ മസ്റ്റായിട്ട് അത് ഉണ്ട് നമ്മുടെ മനസ്സിലെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. സോ എങ്ങനെ ബെറ്ററായി റിവിഷൻ ചെയ്യാമെന്ന് നിങ്ങൾ ഈ 120 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നിങ്ങൾ ഈ ഒരു 120 ഡേയ്സ് കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ, ഒരു 120 ദിവസത്തെ പ്ലാനാണ് നിങ്ങളുടെ മനസ്സിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലെങ്കിൽ, ഏറ്റവും ആദ്യം എങ്ങനെ ബെറ്ററായിട്ട് റിവൈസ് ചെയ്യാം. വെദർ അത് വീക്ക്ലി വേണോ അല്ല മന്ത്ലി വേണോ. മന്ത്ലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡെയിലി കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് ആ ഒരു മാസത്തെ മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഒരു 2-3 ഡേയ്സ് മാറ്റി വയ്ക്കാം. 2 or 3 ഡേയ്സ്. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടി അതാണ്. വീക്ക്ലിയും പറയാറുണ്ട്, മന്ത്ലിയും പറയാറുണ്ട്. പിന്നെ ഞാൻ വെച്ചു മന്ത്ലി പറയുന്നതാണ്, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ മേ ബി. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയി പഠിച്ചു പോകുമ്പോൾ കുറച്ചധികം ഹെക്റ്റിക് ആവും, നമുക്കും കുറച്ച് ബ്രേക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മൾ സിലബസിൽ ഒരു മേജർ പോർഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മന്ത്ലി റിവിഷൻ ചെയ്യാം. ആ റിവിഷൻ ചെയ്യാൻ നമ്മളൊരു 4 ഡേയ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രം അപ്പോൾ അവിടെ തന്നെ ഉണ്ട്, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ ബെറ്റർ റിവിഷൻ ടെക്നിക്സ് എന്താണെങ്കിലും അത് നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് വീക്ക്ലി ആണെങ്കിൽ മന്ത്ലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നത്, നിങ്ങളുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഏരിയയിൽ നിന്ന് മാർക്ക് കിട്ടാനേ പ്രശ്നമാണെന്ന് തോന്നുന്ന ഏരിയാസിന് നിങ്ങൾക്ക് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കണം. അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ തുടക്കത്തിലേ സാധിക്കണം. ഓക്കെ, ആ വീക്ക് ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് വെച്ചാൽ സ്ട്രോങ് ഏരിയാസ് അറിയാം എന്ന് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി പാടെ ഒഴിവാക്കരുത്. അതിന്
ഏറ്റവും എന്താണ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും താഴത്തെ തട്ടി വയ്ക്കുക. അതായത് നോക്കിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വയ്ക്കാം. കാരണം അതൊന്നും നോക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കുറേയധികം പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനോ മറവിയോ ഒക്കെ സംഭവിക്കാം. അത് സ്വാഭാവികമാണ്, നമ്മളിപ്പോൾ മറന്നു പോകാം. അപ്പോൾ വീക്ക് ഏരിയാസിന് അതിൻ്റേതായൊരു ഫോക്കസിങ് കൊടുക്കണം. പിന്നെ ഞാൻ ഓൾറെഡി മുൻപത്തേൽ പറഞ്ഞു PYQ മാക്സിമം ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യണം, അതും പ്രീവിയസ് ഇയർ ലേറ്റസ്റ്റ് ഒക്കെ നടന്നത് എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ചെയ്യണം. അതിന് ഒരു സമയം ഒരു ദിവസം മാറ്റി വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ PYQ എങ്ങനെ ബെറ്ററായി ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാം, ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിൻ്റെ ആൻസേഴ്സും കൃത്യമായിട്ട് പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ അത് എത്രത്തോളം നന്നായിട്ട് ചെയ്യാം, അത് ഡെയിലി വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ കംഫർട്ട് സോൺ. കാരണം വർക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്താണ് പഠനത്തിൻ്റെ ഇടയിൽ പഠിക്കുന്നവരുണ്ടാകാം, വേറെ എന്തെങ്കിലും പഠിക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലാതെ ഇതിനു വേണ്ടി പഠിക്കുന്നവരുണ്ടാകാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കംഫർട്ട് സോണിനനുസരിച്ചാണ് ഇതൊക്കെ. അപ്പോൾ PYQ എത്രത്തോളം റെലവൻസ് ഉണ്ടോ അത് നിങ്ങളുടെ ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് SCRT ആണ്. നിങ്ങളവിടെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ലേറ്റസ്റ്റായി മാറിയ ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ ധാരാളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ SCRT പാഠപുസ്തകങ്ങൾ നിങ്ങൾക്കിപ്പോൾ സമഗ്രയുടെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ അത് വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പഠിക്കണം. പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5 തൊട്ട് 10 വരെ എന്ന് പറയുന്ന ചിലരല്ല പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റുകൾ. അതിൽ ഹയർ ക്ലാസ്സസ് എത്തുമ്പോൾ സെപ്പറേഷൻസ് ഉണ്ട്, സോഷ്യൽ 1, 2 എന്നൊക്കെ ഉണ്ട്, കെമിസ്ട്രി ബയോളജി ഫിസിക്സ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു കേവലം സർഫസ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നത്, പക്ഷേ അതിൻ്റെ ഇൻ ഡെപ്തിലുള്ള കാര്യങ്ങൾ അവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കൂട്ടി ഇത് തരേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. MGNREGS സ്കീമൊക്കെ അവർ അങ്ങനെ എടുത്തിടുന്ന സംഭവങ്ങളാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഒപ്പം പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ പഠിച്ചെടുത്താൽ SCRT നിങ്ങൾക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കണം. അത് പഠിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഉറപ്പ് വരുത്താൻ പറ്റണം. അത് നിങ്ങൾക്ക് PYQ ചെയ്യുമ്പോൾ മനസ്സിലാവും SCRT എത്രത്തോളം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ SCRTയുടെ ഇപ്പോൾ നിങ്ങൾക്ക് സമഗ്രയുടെ വെബ്സൈറ്റിൽ കിട്ടും, അല്ലാതെയുള്ള പുസ്തകങ്ങളുണ്ട് SCRT ഇങ്ങനെ പാഠങ്ങൾ ചെയ്തിട്ടുള്ള, അതായത് അതിൻ്റെ കണ്ടൻസ് ഒക്കെ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ അതിന് അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട്. അത് മേടിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും. ഇപ്പോൾ ചിലവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് കണ്ടു പഠിക്കണം എന്നുള്ളവരുണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ആ ടെക്സ്റ്റിലെ കാര്യങ്ങളും വരാം ചോദ്യങ്ങൾ കാണുമ്പോഴേ. സിമിലർ ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഒരു നോർമൽ ഫോണ്ടിൽ തന്നെ എല്ലാം കിടക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റിൽ കണ്ടു പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി SCRT ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ കുട്ടികൾ കേൾക്കുന്നുമുണ്ട് ക്ലാസ്സസ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, കണ്ടൻറ്റുകൾ അത്രയുണ്ട് നമുക്ക്. മാത്രമല്ല ഇത് ഏറ്റവും മിനിമം പ്രൈസ് ഇട്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത്. കംപ്ലീറ്റ് എക്സ്ട്രാ ഫാക്ട്സും കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് SCRT എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ സ്വയം എടുക്കേണ്ട എഫേർട്ട് ഉണ്ടല്ലോ. എക്സ്ട്രാ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. അതും ബുക്സും റെഫർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതിന് പകരം നമുക്കത് കേട്ടാൽ മതി, ജസ്റ്റ് അത് നോക്കിയാൽ മതി. പിന്നെ ലേറ്റസ്റ്റ് PYQവിൽ വന്നതും കോട്ട് ചെയ്ത് പറയും ഏതൊക്കെയാണെന്ന്. പിന്നെ ഞാൻ മാക്സിമം മനസ്സിലാക്കുന്നത് ഇപ്പോൾ SCRT പാഠപുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഓരോ പാഠപുസ്തകത്തിലും കുറേയധികം കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മളൊരു PSC ആസ്പിറൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് ആവശ്യം. വെറുതെ കണ്ടമാനം ഫാക്ട്സുകൾ, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം മതി. ഇപ്പോൾ നമ്മളൊരു റാങ്ക് ഫയൽ മേടിക്കുകയാണെങ്കിലും അതിൽ നമുക്കറിയാം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ റാങ്ക് ഫയലുണ്ടാവും അല്ലേ. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു റാങ്ക് ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചെടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുക അല്ലേ. അത് തന്നെയായിരിക്കും കൂടുതലും ചോദിക്കാറുള്ളത്. പിന്നെ 1, 2 എന്നുള്ള രീതിയിൽ മാറി വരാമെന്ന് മാത്രം അല്ലേ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ എത്ര ഘോരഘോരം പഠിച്ചു എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏറ്റവും നല്ലത് അധികം ടൈം കൺസ്യൂം ചെയ്ത് ഈ മുക്കും മൂലയും നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ നോക്കണം, പക്ഷെ പഠിച്ചെടുക്കേണ്ടത് വേണ്ടത് മാത്രം മതി. ഓക്കെ, ടെക്സ്റ്റിലുള്ളതൊക്കെ നമുക്ക് വായിക്കാം, പക്ഷേ വേണ്ടത് മാത്രം പഠിച്ചെടുത്താൽ മതി. ആ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ SCRT ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും ജോയിൻ ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് സമയമുണ്ട്. 5 തൊട്ട് 10 വരെയുള്ളത് സാവധാനം ഓരോ ഇതായിട്ട് പഠിച്ചെടുക്കാം. നിങ്ങളുടെ ബാക്കിയുള്ള സ്റ്റഡീസിൻ്റെ കൂടെ, അതായത് ഈ സിലബസ് വൈസ് ആയിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾ നോക്കുന്നുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു രീതിക്ക്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് കണ്ടു തീർക്കാൻ പറ്റും. അതിന് ശേഷം ഈ ക്ലാസ്സിനൊക്കെ ശേഷം ഞാനൊരു ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ്ലി SCRT ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് SCRTയുടെ കംപ്ലീറ്റ് ഫാക്ട്സ് ഉൾപ്പെടുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ
അതും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, ആ റിവിഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ SCRTയുടെ ഈ കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലാത്തുണ്ടെങ്കിൽ നോട്ട്സ് ആയിട്ട് തരും. അത് അല്ലാതെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ അതൊക്കെ കറണ്ട് അഫെയർ ഒക്കെ കോട്ട് ചെയ്തേ പറയുള്ളൂ. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ കറണ്ട് അഫെയർ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ കറണ്ട് അഫെയറും കൂടെ പഠിക്കണം. ഇപ്പോൾ ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് 120 ഡേയ്സിൽ പറഞ്ഞില്ലേ, അതിൽ 5ാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കറണ്ട് അഫെയർസ്. നിങ്ങൾ VFAയിൽ നോക്കുകയാണെങ്കിലും LGSൽ നോക്കുകയാണെങ്കിലും ഇനി വരുന്ന ഏത് എക്സാംസിന് നോക്കുകയാണെങ്കിലും കറണ്ട് അഫെയർസിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് മാറി വരുന്ന സാധനമാണ്. ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു എന്താ പറയുക, കുറച്ചെങ്കിലും ഒരു ബാലികാറാമല എന്ന് പറയുന്നത്. നമുക്കറിയില്ല എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് പഠിക്കാം. ഞാനത് മുൻപും പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് വൈസ് ആയിട്ട് സയൻസ്, സ്പേസ്, അതുപോലെ അവാർഡ്സ് അങ്ങനെ പഠിക്കാം. പക്ഷേ ഡെയിലി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, ചില എന്താണ് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ വരാം ഓരോ മാസത്തിൽ. അങ്ങനെ വരുന്ന കാര്യങ്ങൾ അവർ സ്പെഷ്യലി കോട്ട് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിൻ്റെ ഒക്കെ റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കറണ്ട് അഫെയർസിനും നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. കാരണം ഇതാണ് ഏറ്റവും റിവിഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ കറണ്ട് അഫെയർസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ വേണം നിങ്ങളൊരു 120 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഇപ്പം LGSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അപ്പോൾ നമ്മൾ കണ്ടതാണ് സിലബസ് ഉണ്ടെങ്കിൽ. പക്ഷേ VFAയുടെ ഇനി എന്തെങ്കിലും മാറ്റമൊക്കെ വരികയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ചിലതൊക്കെ കയറി വരാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിനും കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി ഒരു 4 അല്ലെങ്കിൽ ഒരു 5 സബ്ജക്റ്റ് ഇന്ന ഏരിയാസ് സിലബസ് വൈസ് ആയിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠനം എളുപ്പമാകും. ഇതൊരു 120 ദിവസം നിങ്ങൾ കണക്കാക്കി ചെയ്യാം. ഓക്കെ, അത് ആവശ്യത്തിന് ബ്രേക്ക് എടുത്തിട്ട് ഒരു മിനിമം 4 to 5 hours എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം. ഓക്കെ, മിനിമം 4 to 5 hours എങ്കിലും പഠിക്കാൻ ശ്രമിക്കാം. ദാറ്റ്സ് എനഫ്, അത് തന്നെ ധാരാളമാണ്. പക്ഷെ നമ്മൾ ആ ഇരിക്കുന്ന ടൈം നമുക്ക് എന്താണ് ഇഫക്റ്റീവ് ആവണം. അത്രേ ഉള്ളൂ. നമ്മൾ ഇന്ന് പഠിച്ചു എന്ന് നമുക്ക് തന്നെ തോന്നണം ഓരോ ദിവസവും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഓരോ ദിവസവും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളാണ് ഈ കറണ്ട് അഫെയർസ് ആണെങ്കിലും SCRT ആണെങ്കിലും PYQ ആണെങ്കിലും അതുപോലെ തന്നെ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പോൾ ഡെയിലി റിവൈസ് ചെയ്യാം. അപ്പോൾ അന്നു തന്നെ പഠിച്ചത് നമുക്ക് അന്ന് തന്നെ റിവൈസ് ചെയ്യാം. അതും നല്ലൊരു, അതായത് അന്ന് പഠിച്ചത് അന്ന് തന്നെ നമ്മളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു ഗുഡ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും പ്രോമിനൻസ് കൊടുക്കാം. നിങ്ങൾ ഈ നമ്പർ ഓഫ് റിവിഷൻസ് കൂട്ടിയാൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റും. അലോങ് വിത്ത് അതേഴ്സ്, മറ്റുള്ളതിൻ്റെ കൂടെ തന്നെ അതിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ ചെയ്യണം എന്നുണ്ടാവില്ലേ, ഏതാണ് വീക്ക് ഏരിയാസിന് പ്രാമുഖ്യം കൊടുത്ത് അതുപോലെ ഏതൊക്കെ ടോപ്പിക്സ് തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടാനാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കൃത്യമായിട്ട്, അതായത് ഓരോ ദിവസം ഏത് സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അത് കൃത്യമായിട്ട് ഇപ്പോൾ LGS ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ റിനൈസൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങൾക്ക് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കണം. ഓക്കെ, റിനൈസൻസ് ലീഡേഴ്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാണ്ട്, കേരള ജോഗ്രഫിക്കൊക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വേണം പഠിക്കാൻ. പിന്നെ നമുക്കറിയില്ല ഇത് പ്രിലിംസ് മെയിൻസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പ്രിലിംസ്. ഇപ്പോൾ ഇപ്രാവശ്യം എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ധാരാളം അപേക്ഷകരുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ അവർക്ക് റിഫൈൻഡ് ആയിട്ട് ആൾക്കാരെ കിട്ടാൻ വേണ്ടി അവർ ചിലപ്പോൾ പ്രിലിംസ് നടത്താം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രിലിംസിന് നമ്മൾ പക്ഷേ പ്രിലിംസ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഫുള്ളി മെയിൻസ് ആസ്പെക്റ്റിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴുള്ള ജസ്റ്റ് 10th ലെവൽ +2 ലെവൽ LGS ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ട് പഠിക്കുന്നതിലേക്ക് ചുരുക്കരുത്. ഡിഗ്രി ലെവലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം അതിൻ്റെ ഒരു പാറ്റേണിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കറണ്ട് അഫെയർസിൻ്റെയൊക്കെ ചിലതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ 1 വേർഡ് അല്ലെങ്കിൽ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് 10th ലെവലിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ ചെയ്യുക. അത് അത്രത്തോളം നിങ്ങൾക്ക് സ്പീഡും മാർക്കിങ്ങും ഒക്കെ കൂട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എഗൈൻ പറയുന്നു, ഒരു 120 ഡേയ്സ് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 120 ഡേയ്സും ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം നിങ്ങൾക്ക് മാക്സിമം കൂട്ടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോർഷൻസ് കൃത്യമായിട്ട് കവർ ചെയ്യാൻ സാധിക്കണം. ഒരു ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഈ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വേഗം നടത്താൻ പറ്റുള്ളൂ. അത് ആ റിവിഷൻ്റെ എണ്ണം 2 or 3 എന്നുള്ള രീതിക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റായിട്ട് കുറച്ച് പോർഷൻസ് കഴിക്കണം. ചിലപ്പോൾ നമുക്കൊരു സിംഗിൾ റീഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം വായിച്ചതിലൂടെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സാരമില്ല, നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3ാമത്തെ തവണ കാണുമ്പോൾ നമ്മൾ സെറ്റാകും. ഓക്കെ, ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ പക്കയായിട്ട് പഠിക്കുക. അടുത്തതിൽ നമ്മൾ നേടുന്നുള്ള വിശ്വാസത്തിൽ പഠിക്കുക. ഓക്കെ, അതിൽ സിലബസിലെ എല്ലാ പോർഷൻസും മാക്സിമം നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 92% കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് കവർ ചെയ്യുന്നതിലൂടെ നമ്മൾ മെജോറിറ്റി പോർഷൻസും പഠിച്ചു കഴിയും. ഇനി റിവിഷനിലൂടെ നമുക്ക് നമ്മുടെ മെമ്മറി പവറും കൂട്ടാൻ സാധിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു 100-ലൊരു 80 അടുത്തെങ്കിലും നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നല്ല എനർജറ്റിക് ആയിട്ട് ഓരോ ദിവസവും പഠിക്കാൻ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യുക. ഉള്ളിൽ നിന്ന് വേറെ ആരും പുഷ് ചെയ്യാൻ വരില്ല. നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ ചേഞ്ചിന് നമ്മൾ തയ്യാറാവണം. ഇത് നേടുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡീസിൽ വരുത്തി ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു, SCRT ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എങ്കിൽ, ഒരാളുടെ അതായത് ഒരു ബാക്ക് സപ്പോർട്ട് പോലെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം ചാനലിലൂടെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ഓരോ അവർ നിങ്ങൾ ഓരോന്നിനു വേണ്ടി മാറ്റി വെച്ചു, ഓരോ അവർ SCRTക്ക് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് SCRTയും എല്ലാ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സും ഒക്കെ നിങ്ങൾക്ക് സെറ്റാകും. ഒരിക്കലും 1-2 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ആ സമയം ഒരു 2 മാസം കൊണ്ട് വേഗം പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുന്നവരുണ്ടാകാം, ഇല്ല എന്നല്ല. പക്ഷേ എല്ലാവർക്കും എല്ലാം സാധ്യമാകണത്തില്ല. നമുക്ക് അത്രയും ഹറിബറിയായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇപ്പോൾ കുറച്ച് സാവധാനത്തിൽ പഠിച്ചെല്ലാം മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ LGSൻ്റെ സ്റ്റഡി പ്ലാൻ ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തരാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.